ഞാൻ ഇവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് 6 വർഷക്കാലമായി. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ LC സെക്രട്ടറി മുതൽ അങ്ങനെ പടിപടിയായി സംസ്ഥാന കമ്മിറ്റി അംഗം, പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. വിവിധ പദവികളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ കയ്യൂർ ചിമ്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി 10-12 വർഷക്കാലം ഇരുന്നിട്ടുണ്ട്. ഒരുപാട് മാതൃകാപരമായ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്, അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത് ദേശീയ തലത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന് ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുണ്ടാകുന്ന സന്ദർഭത്തിലാണ്. അന്ന് നമ്മുടെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ് ആ അവാർഡ് എനിക്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സംഘടനകൾക്ക് ഞാൻ വർഗ്ഗഭോജന സംഘടനകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി ആയിരുന്നു. NREG വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, അതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് കാസർഗോഡിനെ ഉൾപ്പെടുത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് എന്താണ് ഈ പദ്ധതി എന്നറിയില്ല. അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ലീഡറായിക്കൊണ്ട് ഇവിടുത്തെ കലക്ടർ, അതുപോലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മുഴുവൻ ജാഥ നയിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും പോയി പഞ്ചായത്തിൽ ആയിരക്കണക്കിന് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിളിച്ചുകൂട്ടി എന്താണ് തൊഴിലുറപ്പ്, എന്താണ് നിയമം, എന്താണ് ഇതിലത്തെ വ്യവസ്ഥ, ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ NREG വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന തൊഴിലുറപ്പ് സംഘടനയുണ്ടാക്കി ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പാർട്ടി സെക്രട്ടറി ആയത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആ നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. അതായത് ഇദ്ദേഹം ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി നിലയിൽ മാഷ് കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് ഇത് പറയുമ്പോൾ ഇവിടുത്തുകാർക്ക് ഏതെങ്കിലും തരത്തിലൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ കാണുമ്പോൾ നമ്മുടെ ഈ മത്സരരംഗത്ത് വരുന്ന സജീവമായി ആവേശകരമായി ജനങ്ങളോട് സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളെ അവർക്ക് കൂടുതലായി മനസ്സിലാകാൻ ഓരോ മണ്ണിനും ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ ആണ് ഇറക്കിയത് എന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ദിവസം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ട്.